ഞാൻ ഒരു മദ്രാസി മലയാളിയാണെന്ന് വിചാരിക്കുക. എറണാകുളത്ത് എപ്പോഴും വരേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എയർപോർട്ടിൽ വരുന്നു, അതിനടുത്തുള്ള എൻ്റെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ലാഭം ഭക്ഷണവും യാത്രയും ഒരു നേരം കിടക്കാനുള്ളൊരു മുറിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാളെ എന്നും അയാൾ വൃത്തികെട്ടവനാണോ, അയാൾ കള്ളുകുടിയനാണോ, അയാൾ കഞ്ചാവ് വലിക്കുന്നവനാണോ, അയാളുടെ പേരിൽ 110 കേസുകളുണ്ടോ എന്നുള്ളത് എൻ്റെ വിഷയമായിരിക്കില്ല. ഞാൻ അയാളെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാനായിട്ട് അയാളുമായിട്ട് പരിചയം വെച്ചുകൊണ്ടിരിക്കും. അതുതന്നെയാണ് ട്രംപും അമേരിക്കയും ചെയ്യുന്നത്. കാരണം അവർക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി ഏറ്റവും മനോഹരമായിട്ട് ലൊക്കേറ്റഡ് ആയൊരു സ്ഥലമാണ്. കാരണം ലോകത്തിലെ രണ്ടാമത്തെ വലിയ എക്കോണമിയും അമേരിക്കയുടെ ഏറ്റവും വലിയ ചലഞ്ചറായിട്ടുള്ള ചൈനയുടെയും ലോകത്തെ നാലാമത്തെ വലിയ എക്കോണമിയായിട്ടുള്ള ഇന്ത്യയുടെയും നടുക്ക് ബ്രെഡിന് ജാം പോലെ ഇരിക്കുന്നൊരു സ്ഥലം. ആ സ്ഥലം എപ്പോഴും അമേരിക്കയ്ക്ക് യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ ചൈനയുമായിട്ട് കൂടുതൽ പാകിസ്ഥാൻ എടുക്കാതിരിക്കാനും പൂർണ്ണമായി ചൈനയുടെ കൺട്രോളിൽ പോകാതിരിക്കാനും യൂസ് ചെയ്യാം. നാളെ ഇന്ത്യ വളർന്ന് 10, 15, 20 വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ വളർന്നാൽ പോലും ഇന്ത്യയെ ന്യൂട്രലൈസ് ചെയ്യാനും പാകിസ്ഥാനെ ഉപയോഗിക്കാം. കൂടാതെ ISIയുടെ സ്വഭാവം നമുക്കറിയാം. രണ്ട് വള്ളത്തിലും കാലി ചവിട്ടുന്നവരാണ്. ഒരു വശത്ത് തീവ്രവാദ സംഘടനകളെ ആയിട്ടുള്ള ലഷ്കർ ഇ തയ്യബയും ജയ്ഷെ മുഹമ്മദിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ഇൻ്റലിജൻസ് കൊടുക്കുന്നു. മറുവശത്ത് അമേരിക്കയെ സഹായിക്കാനായിട്ട് പാകിസ്ഥാനി താലിബാനെയും അതേപോലെ 2001 അറ്റാക്കിന് ശേഷം അൽ ഖായ്ദയിലെയും മിലിറ്റൻസിനെ പിടിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഇവരെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗുണമുണ്ട്, നാളെ ആണെങ്കിലും ഒരു ഗുണം വരും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ കൈ ഒഴിയാത്തത് അതുകൊണ്ടാണ്.